വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിലോട്ടുള്ള വർക്ക് വിസനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എസ്പെഷ്യലി അയർലൻഡിലോട്ട് ഒരു ജോബ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അയർലൻഡിൽ നമുക്കൊരു ജോബ് കണ്ടെത്താം, അതേപോലെ തന്നെ എന്തൊക്കെയാണ് കാറ്റഗറിയിൽ വരുന്ന ജോബ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഇതിന് ഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈലി സ്കിൽഡ് പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോബ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ജോബ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ നോക്കാം. ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ യൂറോപ്പിലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പെർമിറ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള പെർമിറ്റാണ് വരുന്നത്. അതേപോലെ തന്നെ പ്രോസസ്സിങ് ടൈം എന്ന് പറയുമ്പോൾ 15 ഡേയ്സാണ് നമുക്ക് പ്രോസസ്സിങ് ടൈം, വിസൻ്റെ പ്രോസസ്സിങ് ടൈമിന് വരുന്നത്. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഐറിഷ് എംപ്ലോയറെ കയ്യിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ സാലറി എന്ന് പറയുമ്പോൾ 44,000 euro to 84,000 euro ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ജോബിന് സാലറി കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാറ്റഗറി ജോബ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ഫീൽഡായിട്ടുള്ള IT ആണ് വരുന്നത്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അതേപോലെ കൺസ്ട്രക്ഷൻ, സിവിൽ എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെയാണ് വരുന്നത്. ഫൈനാൻസ്, അക്കൗണ്ടിങ് സെക്ടേഴ്സ് അഥവാ ബാങ്കിങ് സെക്ടർ പോലുള്ള ഇതിലോട്ടൊക്കെയാണ് വേക്കൻസീസും കാര്യങ്ങളും വരുന്നത്. പിന്നെ വരുന്നത് ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, അതേപോലെ തന്നെ ഡാറ്റ സയൻസ്, അനലിറ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെയുള്ള ഫീൽഡിലോട്ടൊക്കെയാണ് കൂടുതലായിട്ട് വേക്കൻസീസും കാര്യങ്ങളും കണ്ടുവരുന്നത്. ഓക്കെ, അത് ക്രിട്ടിക്കൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന ജോബ്സുകൾ ഏതൊക്കെയാണ്, അതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ സ്കിൽഡൊക്കെ ആയിട്ടുള്ള ആളുകൾ, അത്യാവശ്യം നല്ലൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോബ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അടുത്തത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജോബ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ കുറച്ച് സൈറ്റുകൾ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാം. ഐറിഷ് jobs.ie, ഇൻഡീഡ്, ഇങ്ങനെയുള്ള ഒരുപാട് സൈറ്റ്സുകൾ എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മാക്സിമം ആളുകൾ ഈ പറഞ്ഞ സൈറ്റ്സ് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐറിഷ് മോഡൽ റെസ്യൂമേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഈ സൈറ്റുകൾ മാക്സിമം റെഫർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്കൊരു എംപ്ലോയറെ കയ്യിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടണം. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എംപ്ലോയർ തന്നെയായിരിക്കും നിങ്ങളുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ വന്നതിന് ശേഷം ഡിസിഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾക്ക് എന്താണ്, അപ്ലൈ ഫോർ എൻട്രി വിസ, നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാനുള്ള വിസക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും അടുത്ത പ്രൊസീജിയർ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പ്രൊസീജിയർ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു എംപ്ലോയറെ കയ്യിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഓൺലൈൻ ത്രൂ പോർട്ടലുകൾ ത്രൂ അപ്ലൈ ചെയ്യാം. ഇന്നത്തെ കാലത്ത് ഒരുപാട് സോഴ്സ് നിങ്ങൾക്ക് അതിന് അവൈലബിൾ ആണ്. അപ്പോൾ ത്രൂ വെച്ചിട്ട് നിങ്ങൾ ജോബിന് മാക്സിമം അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കിട്ടിയ ജോബ് ഓഫർ ജെനുവിൻ ആണോ എന്ന് നോക്കണമെന്ന് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സർവീസസ് നമ്മളെ സൈഡിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത്. ഗുഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.